ഒരു അമ്മ നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ് സർ, നമ്മുടെ എത്ര ഡിഗ്രി പാസ്സായി കഴിഞ്ഞാലും ഇപ്പോഴത്തെ യൂത്തിലെ ജനറേഷനിലെ കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല. അവരവർ ഇറങ്ങുന്ന എഡ്യൂക്കേഷന് അനുസരിച്ചുള്ള അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ എൻഗേജ്ഡ് ആവണം. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്കായിട്ടൊരു വരുമാനമായി, വീട്ടിലേക്കൊരു സഹായമായി അവർ എൻഗേജ്ഡായി വേറൊരു വഴിയിലേക്ക് അവർ തിരിഞ്ഞു പോകുന്നില്ല. ഇന്ന് അവരതാവാത്തോണ്ടല്ലേ സർ മിക്ക കുട്ടികളും വഴിതെറ്റി പോകുന്നത്? അങ്ങനെ പറയാൻ കഴിയത്തില്ല. നമുക്ക് അതാവാത്തോണ്ടൊന്നുമല്ല. നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ജോലി കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പോഴും നിലവിലില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യക്കകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ധാരാളം സാധ്യതയുണ്ട്. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കൂടുതൽ ആളുകൾ ഇവിടെ തന്നെ നിലനിർത്തുക എന്നുള്ള ഗവൺമെൻറ് ലക്ഷ്യം. ഇപ്പോൾ IT പാർക്കുകൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് IT മേഖലയുമായോ. അപ്പോൾ കേരളത്തിൽ കൂടുതൽ IT പാർക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാർ ഇവിടെ തന്നെ ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഇപ്പം നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സമയം എടുക്കും, അതിനും കാലങ്ങൾ എടുക്കും. കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു കൊച്ചു സംസ്ഥാനമല്ലേ കേരളം. നമുക്കിവിടെ ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് വളരെ കുറവാണ്. അപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ ഒരുപാട് വ്യവസായങ്ങളുണ്ട്, ഇവിടെ നമുക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും കുറച്ചേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് എല്ലാ ജില്ലയിലും IT പാർക്കുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ കുറേ ചെറുപ്പക്കാർക്ക് അവിടെയെല്ലാം ജോലിയാവും. അപ്പം അതുകൊണ്ട് ഈ ജോലി ഇല്ലാത്തതുകൊണ്ടല്ല വഴി തെറ്റുന്നത്, അവർ എൻഗേജ്ഡ് ആവാത്തോണ്ടല്ലേ. അവർ എൻഗേജ്ഡ് ആവണം. ഇപ്പം എൻഗേജ്ഡ് ആവണമെന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ എത്രയോ ചെറുപ്പക്കാർ സ്വന്തമായിട്ട് വരുമാന മാർഗം കണ്ടെത്തുന്ന ധാരാളം പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ആ വഴിക്ക് ചിന്തിക്കാതെ വേറെ വഴിയിലേക്ക് തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത്. അതിനൊരു മാഫിയ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. സ്കൂളിൽ കുട്ടികളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്കൂളിലും കോളേജിലുള്ള കുട്ടികളാണ് ഇപ്പം ഇവർ സ്വാധീനിക്കുന്നത്. അതിനാണ് നമ്മളിപ്പോൾ അതിന് ശക്തമായ നിലപാടെടുത്തുകൊണ്ട് സ്കൂൾ കേന്ദ്രീകരിച്ചും കോളേജ് കേന്ദ്രീകരിച്ചുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഇതിന് കൃത്യമായി ബോധവൽക്കരണം, അത് കൃത്യമായി പരിശോധന, അതല്ല അവിടെയുള്ള സ്ഥാപനങ്ങൾ പരിശോധന എല്ലാം കൃത്യമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ സർ ഒരു കാര്യം ചോദിച്ചിട്ടെ, സാറിനിപ്പം ഒരു എന്താ പറയുക, സാർ ഇപ്പോൾ പറഞ്ഞു ഇത്രയും കാലം കടന്നു പോയി എല്ലാം പോയി. പക്ഷെ ഇതിന് കുറച്ച് നാൾ മുമ്പാണ് ഞാൻ ചോദിക്കുന്നത്. എപ്പോഴും രാഷ്ട്രീയം നിലവിലുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ് സർ. നമ്മളൊരു ലീഡറിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ദീർഘ വിഷൻ വേണം. അതെ, അല്ല ആ വിഷൻ നമ്മളല്ലോ, നമ്മളിപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചുള്ള ദീർഘവീക്ഷണം ഏത് ഗവൺമെൻറ്റിനും ഉണ്ട്. അതുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇപ്പം കുറേ മാറ്റം വരുത്താൻ കഴിഞ്ഞു. ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനും ജോലി ഇല്ല എന്ന് പറയുന്നു. അല്ല, ഇപ്പം ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ PSC ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. PSC ധാരാളം പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു കൊച്ചു സംസ്ഥാനം, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ധാരാളമുള്ള സംസ്ഥാനം. അപ്പോൾ അതെല്ലാം ആ പരിമിതി എല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പശ്ചാത്തല വികസനം ധാരാളമായിട്ടുണ്ട്. നല്ല റോഡുകൾ വരുമ്പോഴാണ് കൂടുതൽ വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ ടാക്സ് കിട്ടുന്നവർക്ക് ഇപ്പോൾ നല്ല റോഡായി, ഫ്ലൈ ഓവറായി, വീടുകളായി, പിന്നെ ഹോസ്പിറ്റൽസ് നല്ല മെച്ചപ്പെട്ട സൗകര്യമായി. ഹോസ്പിറ്റലിൽ പണ്ടൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഈ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഈ വയറുവേദനയ്ക്കും പനിക്കും എല്ലാം ഒരു മരുന്ന്. ഇപ്പം മാറി. ഇപ്പം കുടുംബാരോഗ്യമായി നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യ കേന്ദ്രമായി മാറി. അവിടെ 5 ഡോക്ടറായി, അവിടെ എല്ലാത്തിനും മെഡിസിനായി, ലബോറട്ടറി ആയി. അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അതാണ് കുടുംബാരോഗ്യ കേന്ദ്രമായി. അപ്പം അങ്ങനെ വലിയ മാറ്റം ഇപ്പോൾ വന്നിട്ടുള്ളത്. സർ, അപ്പോൾ അതിനകത്ത് എത്ര സ്ട്രിക്റ്റ് ആയിരിക്കും സർ ഓരോ ജില്ലകളിലും ഓരോ ഈ കൊച്ചു ക്ലിനിക്കിനോട് ഇത്രയും പേര് വരണം, ഇത്രയും പേര് അവിടെ കാണണം എന്നുള്ളത് ഗവൺമെന്റ് എത്ര സ്ട്രിക്റ്റ് ആയിരിക്കും? അതായത് ഇപ്പോൾ അവിടെ ആവശ്യത്തിന് സ്റ്റാഫിനെ കൊടുത്തിട്ടുണ്ട്. അവിടെ രാവിലെ മുതൽ ഉച്ച വരെ ഒരു സെക്ഷൻ, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തെ 5 മണി ഒരു സെക്ഷൻ. അപ്പോൾ 4-5 ഡോക്ടറാണ്. നേരത്തെ ഒറ്റ ഡോക്ടർ ഉണ്ടായിരുന്നത്. അത് ഇൻസ്പെക്ട് ചെയ്യുമോ? തീർച്ചയായിട്ടും DMO ലെവലിലുള്ള ഉറപ്പുവരുത്തും. എല്ലാ കൊച്ചു ക്ലിനിക്സിലും അവിടെ എല്ലാം ജനങ്ങളുടെ ജനകീയ സമിതികളുണ്ട്, ഉപദേശ സമിതികളുണ്ട്. അത് കൃത്യമായി അവർ പരിശോധിക്കും, DMO പരിശോധിക്കും. ഇപ്പം നമ്മുടെ ജില്ലകളിൽ പണ്ട് മെഡിക്കൽ കോളേജിൽ പോകണമായിരുന്നു നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ. ഇപ്പോൾ എല്ലാ ജില്ലയിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്താണ് കാത്ത് ലാബ്, നമുക്ക് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ 14 ജില്ലയിലുമായി. അപ്പോൾ അത് വലിയ മാറ്റമില്ലേ? അത് മാറ്റമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലേ സർ. അതുപോലെ തന്നെ ഈ കുടുംബക്ഷേമ ഉപകേന്ദ്രമുണ്ട്. ഒരു 2-3 വാർഡുകൾക്ക് ചേർത്ത് ഒരു പഞ്ചായത്ത്. അവിടെ ഒരു നേഴ്സാണ് അത് പോകുന്നത്. അത് ചെന്നെങ്കിലായി ചിലപ്പോൾ ആഴ്ച ഒരു ദിവസം ചെല്ലും. ഇപ്പം അങ്ങനെയല്ല. അതും എന്താണ് ജനകീയ കേന്ദ്രമായി മാറി. അവിടെ JPHN, പിന്നെ ഹെഡ് നേഴ്സ് 3 ജീവനക്കാരെ പോസ്റ്റ് ചെയ്ത് അവിടെ. അതുകൊണ്ട് കൃത്യമായി എല്ലാ ദിവസവും മരുന്ന്, ഈ ഷുഗറിന്,
കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അതും വർക്കിംഗ് കണ്ടീഷനാക്കി മാറ്റിയത്. അപ്പോൾ വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. Ali's Kitchen. Let's cook with love.